വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ അപ്പവും മട്ടൺ സ്റ്റൂവും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത്. ഈ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബീഫും ചിക്കനും ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. ഇനി അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്ന കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ തന്നെയാണ് തേങ്ങായി എടുക്കാനുള്ളത്. ഏത് പാത്രം എടുക്കുന്നോ ആ പാത്രത്തിൻ്റെ അളവിന് ചെയ്താൽ മതി. ഇനി അരി നന്നായി കഴുകി അത് കുതിരാനായിട്ട് വെള്ളത്തിലിടുക. ഇനി അരി കുതിർന്ന ശേഷം നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി നേരത്തെ കാണിച്ച അരി അളന്ന അതേ കപ്പിൽ 1 കപ്പ് നിറച്ച് തേങ്ങ ചിരകിയത് വേണം. ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ എടുക്കണം. 2 ടേബിൾ സ്പൂൺ നിറച്ച് പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി നമ്മൾ എടുക്കില്ലേ, അത് 2 ടേബിൾ സ്പൂൺ നിറയെ വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയാണ് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു. 1/2 കപ്പ് വെള്ളം ചേർക്കുക. നമ്മൾ നേരത്തെ എടുത്ത കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. കപ്പി കുറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഒട്ടും അപ്പം ഉണ്ടാക്കി ശരിയാക്കാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ പാകത്തിന് നമ്മൾ കപ്പി കുറുക്കിയെടുക്കുക. ഇനി കാണിക്കുന്നത് പച്ചരി 2 കപ്പ്, തേങ്ങ 1 കപ്പ്, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, കപ്പി കുറുക്കിയത്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ച് ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കുക. എന്നിട്ട് ഒരടപ്പിട്ട് അടച്ച് മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞു. മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനമനുസരിച്ച് മാവ് പുളിക്കുന്നതിന് മാറ്റം വരും. ഒത്തിരി കട്ടി കൂടുതലും വേണ്ട, എന്നാൽ വെള്ളം പോലെ ആകും വരുത്. ഇതേപോലെ ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ. ഇനി സ്റ്റൂ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ നോക്കാം. 5 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, വലിയൊരു കഷ്ണം ഇഞ്ചി, 3 സവോള, 2 കാരറ്റ്, 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 3-4 അല്ലി വെളുത്തുള്ളി. ഇത്ര സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ 1 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയാണ് ഈ മട്ടണിൽ തിരുമ്മി യോജിപ്പിച്ച് അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. കറിവേപ്പിലയും ചേർത്തു. ഈ ശരിക്കും നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വേവിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ വേവിച്ചെടുക്കാൻ. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇത് വെന്തോന്ന് അറിയാൻ പറ്റും. കുക്കറിലാണെങ്കിൽ അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല. പിന്നെ ചിലത് ഇറച്ചിയുടെ പാകം അനുസരിച്ച് വെന്ത് അതിൻ്റെ എല്ല് മാറിപ്പോവും, ദശ വേറെയൊക്കെ ആയിപ്പോവും. അപ്പം കഴിയുന്നത് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ച് അടപ്പിട്ട് അടച്ച് വേവിച്ചെടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക്. ഇനി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും മല്ലിയിലയും വേണം. ഇനി പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, 1 തേങ്ങയുടെ പാലെടുക്കണം. അത് 1-ാം പാലും എടുക്കണം, 2-ാം പാലും എടുക്കണം. കുരുമുളക് ഇത് ചതച്ചതാണ്. നേരത്തെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പൊടിയാണ് ഇട്ടത്. ഇത് ചതച്ചത് കുരുമുളക്. ഇതിൻ്റെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. 5 ഗ്രാമ്പൂ, 5 ഏലക്ക, 3 പട്ട. പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇത്രയിട്ട് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എല്ലാ കറികളും വെക്കുന്നത് പോലെ ഒത്തിരി ഒന്നും മൂത്തു പോകണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. പട്ടയും ഗ്രാമ്പും ഏലക്കായും വേണമെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല.
നല്ല ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ഫ്ലേവർ കിട്ടും. സാധാരണ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. സവാള ചേർത്ത് കൊടുത്തു. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ആ എരിവാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക്, ചതച്ച കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത്, നേരത്തെ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇപ്പം ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. കുരുമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമെങ്കിൽ മതി. ഞാൻ ഇതിനകത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. ഇനി ചിക്കനോ മട്ടണോ ബീഫോ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഇതിൻ്റെ കൂടെ കോളിഫ്ലവറും ഗ്രീൻ പീസും കൂടി ചേർത്താൽ മതി. ഈ പറയുന്ന പോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സൗകര്യത്തിന് പ്രഷർ കുക്കർ ഉപയോഗിക്കുമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. ഇനി തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 1ാം പാൽ 2ാം പാൽ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല. ആദ്യം ഒരു തേങ്ങ മിക്സിയിൽ അടിച്ച് അത് കട്ടിയുള്ള തേങ്ങാപ്പാൽ മാറ്റിയിട്ട് രണ്ടാമത് ആ തേങ്ങ ഇട്ടിട്ട് മിക്സിയിൽ അടിക്കുന്നതാണ് 2ാം പാൽ എന്ന് പറയുന്നത്. ആ 2ാം പാലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയില ചേർത്തു. ഇനി ഒരു അടപ്പിട്ട് അടച്ച് ചെറുതീയിൽ ഇത് വേവിച്ചെടുക്കണം. ചെറുതായി തിള വരുന്നുണ്ട്. ഇനി അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം ടൈം ആയി കഴിഞ്ഞു. ഇനി അടപ്പ് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. മട്ടൺ ഞാൻ ഇടയ്ക്ക് കാണിച്ചില്ലെന്നേ ഉള്ളൂ. മട്ടൺ നന്നായിട്ട് വെന്ത പാകമായി ഇരിപ്പുണ്ട്. അതിലേക്ക് ഇപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആ മിക്സ് ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുമ്പോൾ മട്ടൻ്റെ ആ സ്റ്റോക്കിൽ ഈ വെജിറ്റബിളും ഇതെല്ലാം കൂടി കിടന്നിട്ട് നല്ലൊരു ഫ്ലേവർ വരും. ഈ സമയത്ത് എരിവ് വേണമെങ്കിൽ നോക്കാം. എരിവ് പാകമല്ലെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കണം. നന്നായി യോജിപ്പിച്ച് കൊടുത്തു. ഇത് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. സ്റ്റൂവിന് അവരവർക്ക് എത്ര ചാറ് വേണം എന്നുള്ള നോക്കിയിട്ട് തേങ്ങാപ്പാൽ നീട്ടിയാൽ മതി. എന്നാലും ഒത്തിരി അങ്ങ് നീണ്ടു പോകണ്ട. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെന്തതിൻ്റെയും കാരറ്റിൻ്റെയും ഇതെല്ലാം ചേർന്ന് നല്ല കുറുകി പാകത്തിന് കിട്ടും. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ മട്ടൺ സ്റ്റൂ തയ്യാറായി കഴിഞ്ഞു. ഇത് ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അപ്പമാവ് ഒഴിച്ചു കൊടുത്ത് ചെറിയ ഹോൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മൂടി വെച്ച് വേവിക്കണം. നമ്മുടെ വീട്ടിലെ അപ്പച്ചട്ടി വലിയ അപ്പച്ചട്ടിയാണ്. അതുകൊണ്ട് 2 അപ്പമൊക്കെ കഴിച്ചാൽ മതിയാവും. വലിയ അപ്പച്ചട്ടി ആയത് കാരണം ഇതിൻ്റെ സൈഡ് ലേസ് പോലെ നല്ലതായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതേപോലെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവ് പോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇതുവരെയും അപ്പം ശരിയാകാത്തവർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ബീന എങ്ങനെ തയ്യാറാക്കുന്നു എന്നൊരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൺ സ്റ്റൂവും ചിറക് വെച്ച അപ്പവും തയ്യാറായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.